ഞാൻ എപ്പോഴും കർമ്മം സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എൻ്റെ തിരിച്ചടി ഉണ്ടായി. എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ വലിയ തെറ്റ് കാണിക്കും അങ്ങനെയൊന്നുമല്ല. ചെറിയ കാര്യങ്ങൾ നേരായ മാർഗം അല്ലെങ്കിൽ അതാണ് കറക്റ്റ്. നേരായ മാർഗമല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാവരും നമ്മുടെ കർമ്മം സ്ട്രെയിറ്റ് ആയിരിക്കണം, നേരായ മാർഗത്തിൽ പോകണം എന്നൊക്കെ. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പേ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് അദ്ദേഹം. എൻ്റെ ഭാര്യയുടെ അമ്മയും കൂടി എന്നെ ചതിച്ചു. 1 കോടി പരം രൂപ അവർ എന്നിൽ നിന്ന് വെട്ടിച്ചെടുത്തു. വീടൊക്കെ അവർ എന്നിൽ നിന്നും എടുത്തു എന്നൊക്കെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നെങ്കിലും അദ്ദേഹത്തെ വളരെ സങ്കടപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവർ കാരണം ഇദ്ദേഹത്തിന് ഒത്തിരി കടബാധ്യത ഉണ്ടായി. നല്ല 1.5 കോടി കടമുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോന്നൊന്നും അറിയില്ല. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. ഭാര്യയ്ക്ക് വേറെ അവിഹിത ബന്ധം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നൊക്കെ. ഞാൻ ശരിക്കും ഒരു ദിവസം രാത്രിയാണ് ഞാനിത് കാണുന്നത്. അല്ല, രാത്രിയല്ല, രാവിലെ ഒരു 6-7 മണിക്കൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ആള് കഴിഞ്ഞ് കാണും, എന്താണെന്ന് തോന്നുന്നതെന്ന് അറിയില്ല. പക്ഷെ അന്നേ ദിവസം തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലികളെന്ന് വെച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നീട് പത്രത്തിലൊക്കെ കണ്ടു അതിങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചിട്ട് കാറിൻ്റെ പോർട്ടിക്കോയിലോ എവിടെയോ വന്നു തൂങ്ങി മരിച്ചു. അദ്ദേഹം അത് സാധിച്ചെടുത്തു. എന്തോന്ന് പറയാനല്ലേ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ അമ്മയും കൂടി ചതിച്ചു, അവർക്ക് വേറെ അവിഹിത ബന്ധം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ ജീവിതം സ്ട്രെയിറ്റ് ആണോ? ആവാൻ സാധ്യത കുറവാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. വളരെ പ്രായം കുറവ്, 41 അങ്ങനെ എന്തൊക്കെ വയസ്സുള്ളൂ, പ്രായം കുറവാണ്. ഇയാളുടെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരിക്കലൊക്കെ ഞാനിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുമുണ്ട്. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കടമൊക്കെ വരുത്തി വെച്ച് അത് ആ സ്ത്രീ കാരണമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ പിന്നീട് അറിഞ്ഞു, ഇദ്ദേഹം മുമ്പൊരു കല്യാണം കഴിഞ്ഞു, അത് ഡിവോഴ്സായി. അടുത്ത വേറെ സ്ത്രീയാണ്, ആ സ്ത്രീക്ക് വേറെ സ്ത്രീ നേരത്തെ കല്യാണം കഴിഞ്ഞതാണ്. അവർക്കും ഇതും രണ്ടാമത് എങ്ങാണ്ടാണ്. അപ്പം എന്തൊക്കെ ഒരു വശവിശകല്ലേ. എൻ്റെ സംശയം ശരിയല്ലേ? അയാളുടെ ജീവിതം സ്ട്രെയിറ്റ് അല്ലായിരുന്നു. അയാളും നല്ല രീതിയിൽ ആഘോഷിച്ച് ജീവിച്ചു. അതിൻ്റെ പരിണിത ഫലം നോക്കി. എനിക്ക് ഉറപ്പാണ്, എനിക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എങ്കിലും അറിഞ്ഞിടത്തോളം പറയുമ്പോൾ അയാളുടെ ജീവിതത്തിനും പാളിച്ച ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ തെറ്റാണെന്ന് കണ്ടാൽ അവരെ ഉപേക്ഷിക്കുക, എന്നിട്ട് അയാൾ ജീവിക്കുക, നേരായ മാർഗത്തിൽ പിന്നെ ജീവിക്കുക. അതുവരെ സംഭവിച്ച് ഞാൻ ചെയ്തത് തെറ്റ്, അതിൻ്റെ പരിണിത ഫലം എനിക്ക് കിട്ടി, ഇനി സ്ട്രെയിറ്റായിട്ട് ജീവിക്കാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയെങ്കിലും അതിനും അയാൾ തയ്യാറായില്ല. അയാളെല്ലാം നഷ്ടപ്പെടും. ഭാര്യയുടെ അമ്മയും കൂടെ എന്നെ ചതിച്ചു,
എല്ലാം എൻ്റെ സ്വത്ത് കൈക്കലാക്കി എന്നും പറഞ്ഞിട്ട് എന്തിനാണ്? അയാൾക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അതിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് ജീവിക്കാമല്ലോ. എന്തിനത് കിടക്കുകയും ചെയ്യാൻ പോയി? ഇനി ഇദ്ദേഹം മരിച്ചു, അവർക്കെന്ത്? ചിലപ്പോൾ കുറച്ച് ദിവസം ഗ്യാസിൻ്റെ ഇറങ്ങി നടക്കേണ്ടി വരുമായിരിക്കാം. കാരണം ഇങ്ങനെയൊക്കെ മീഡിയാസിൽ അവരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞില്ലേ. അത് കുറച്ച് ദിവസം അവർ കയറി ഇറങ്ങി നടക്കുമായിരിക്കും. അത് കഴിഞ്ഞാലോ അവർക്കെന്തോന്ന്? അവർക്കൊരു പ്രശ്നമില്ല. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ കാട്ടിക്കൂട്ടിയത്? ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാചകം. നമ്മുടെ കർമ്മം സ്ട്രെയിറ്റായിട്ട് ജീവിക്കുക, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. ഇദ്ദേഹം തന്നെ ആ സ്ത്രീ അങ്ങനെ കാണിച്ചെങ്കിൽ പോട്ടെ, അവളല്ലെങ്കിൽ മറ്റൊരാൾ. എന്തിനാണ് ഇതിലൊക്കെ പോകുന്നത്? എന്തിനാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അയാൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ചൊന്നുമല്ല. അപ്പം പിന്നെ അത് താങ്ങാൻ പറ്റിയില്ല, ചതിച്ചെന്നൊക്കെ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ തോന്നും, ഇയാൾ എപ്പോഴും വന്നിരുന്ന് കർമ്മ സ്ട്രൈറ്റ് ആക്കും. അങ്ങനെ അല്ല. ഇത് കേൾക്കുന്നവരൊക്കെ അത് നേരായ മാർഗത്തിൽ ജീവിക്കൂ, നല്ലത് ചിന്തിക്കൂ, നല്ലത് പ്രവർത്തിക്കൂ. അങ്ങനെ വരുമ്പോൾ കറക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നേരായ മാർഗത്തിൽ തന്നെ പോകും, യാതൊരു സംശയമില്ല. അപ്പം തോന്നും ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും എനിക്ക് ദുരന്തങ്ങൾ മാത്രം ബാക്കി എന്നൊക്കെ തോന്നാം. അത് പാസ്റ്റ് ലൈഫിലെ കർമ്മഫലമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ വരുള്ളൂ. ഒരിക്കൽ കൊണ്ട് നിങ്ങളോട് പറയുന്നു, നേരായ മാർഗത്തിൽ ജീവിക്കും. ഞാൻ പറഞ്ഞത് എൻ്റെ ശരിയാണ്, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും.